നമ്മുടെ കൂടെ ഇന്നൊരു ഇലക്ട്രിക് ഓട്ടോയാണ് കൂടെ ഉള്ളത് കേട്ടോ. OSM ഒമേഗ സിറ്റി മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്ട്രീം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ മോഡലാണ് കാണുന്നത്. നോക്കിയേ, നല്ലൊരു സ്കൈ ബ്ലൂ കളറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ സ്റ്റീം എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ റിവ്യൂസ് നമ്മൾ ഡൽഹി പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു OSMന് കുറേ അധികം മോഡൽസ്, ഇപ്പോൾ ട്രക്സ് ഉണ്ട്, അതേപോലെ ഓട്ടോറിക്ഷാസ് പല മോഡൽസ് ഉണ്ട്, കാർഗോ സെക്ഷൻസ് ഉണ്ട്, സ്കൂട്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല മോഡൽസ് ഉണ്ട്. ഇപ്പം എന്നാലും നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കൊച്ചിൻ കാലിക്കറ്റ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് EVGO എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. അതേപോലെ തന്നെ OSM കണ്ണൂരുണ്ട്. പിന്നെ ന്യൂ ലൊക്കേഷൻസ് പറയുമ്പോഴത്തേക്കും കൊല്ലം, ട്രിവാൻഡ്രം സൈഡിലേക്ക് പുതിയ ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും മെയിൻ സ്ഥലത്തായി കഴിഞ്ഞു. ഉടനെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ OSM കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിൽസ്, സർവീസ്, പാർട്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും OSMൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുമുണ്ട്. അപ്പം വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട്, അതായത് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഇലക്ട്രിക് ഓട്ടോ നോക്കുന്നവരിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു ബ്രാൻഡ് കൂടിയാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇന്ന് കൂടെ സ്ട്രീം സിറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതയാണ് എന്ന് നോക്കാം. ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ റേഞ്ച് ആദ്യം തന്നെ പറയാം. 135 ആണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കസ്റ്റമർ ഫീഡ്ബാക്ക്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രീമിൻ്റെ സെയിം റേഞ്ച് തന്നെയാണ് ഈ ഒരു സ്ട്രീം സിറ്റിക്കും കിട്ടുന്നത്. അപ്പം യൂസർ ഫീഡ്ബാക്ക് എടുത്ത സമയത്ത് 140 to 150 ഒക്കെയാണ് കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ ഒന്ന് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡലൂടെയാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത് 4 hours ആണ് ഫുൾ ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോഴത്തേക്കും സ്ട്രീം സിറ്റി എന്നുള്ള ബാഡ്ജിങ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പെയിൻറ്റ് ക്വാളിറ്റി. കുറച്ചുകൂടെ ബെറ്റർ പെയിൻറ്റ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം നോക്കുമ്പോൾ അറിയാം, ഒരു മാറ്റ് ഫിനിഷ്, ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. ക്വാളിറ്റി വൈസ് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഓട്ടോയ്ക്കുള്ളൊരു നല്ലൊരു ഹൈലൈറ്റഡ് പാർട്ടാണ്. അതായത് 90% മെറ്റലാണ് ഈ ഒരു ബോഡി വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രലിലേക്ക് നോക്കുമ്പോഴേക്കും OSMൻ്റെ ലോഗോ ഇവിടെ കാണാം. പിന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സ്ക്രീൻ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ സസ്പെൻഷൻ സൈഡ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഡാമ്പർ പ്ലസ് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള നല്ലൊരു സസ്പെൻഷനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കമ്പയർ ടു സ്ട്രീം കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുള്ളൊരു സസ്പെൻഷൻ സൈഡാണ്. അത്യാവശ്യം ഞാനിപ്പം നമ്മുടെ ഈ കുറച്ച് ഭാഗത്തൂടെയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ വീൽ സൈസ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വീതിയുള്ള ഒരു വീൽസാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്ട്രീം സിറ്റിയുടെ ഡ്രൈവർ പോർഷൻ ഒന്ന് നോക്കാം. മെയിനായിട്ടുള്ളൊരു ഭാഗമാണല്ലോ. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ദൂരം നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ബാർ നോക്കി കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ന്യൂജൻ സ്റ്റൈലിലേക്ക് ഹാൻഡിൽ ബാർ വന്നിട്ടുണ്ട് കമ്പയർ ടു സ്ട്രീം കേട്ടോ. എനിക്കതാണ് ആദ്യം തന്നെ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ചെറിയൊരു LCD ഡിസ്പ്ലേ, അതിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ്, ഇപ്പം എത്ര ചാർജ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇപ്പോൾ ഓഡോമീറ്റർ, ട്രിപ്പ് A ട്രിപ്പ് B തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ന്യൂട്രൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. കണ്ടല്ലോ. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് മോഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. റൈറ്റിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഫോർവേഡ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫോർവേഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല റെസ്പോൺസായിട്ട് തന്നെ, അതായത് നല്ല ഇനിഷ്യൽ റെസ്പോൺസൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റ് മോഡ് B എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കുത്തുകയറ്റമൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല ലോഡൊക്കെ ഉള്ള സമയത്തോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബൂസ്റ്റ് മോഡ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ ഇപ്പോൾ ഫോർവേഡ് ചെയ്ത് തന്നെ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ലോഡ് കൂടുതലുള്ളപ്പോഴായിരിക്കും കുറച്ചുകൂടെ ബൂസ്റ്റ് മോഡിൻ്റെ ആവശ്യം വരിക. അതേപോലെ തന്നെ റിവേഴ്സ് ആണെങ്കിലും നോക്കിയേ, ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ആവുന്നുണ്ട്. ഒരു ബീപ്പ് സൗണ്ട് കൂടി ഉണ്ട് ഫോർ സേഫ്റ്റി. ഇപ്പോൾ റിവേഴ്സൊക്കെ ഇടുവാണെങ്കിൽ തന്നെ ശ്രദ്ധിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ആവുന്നുണ്ട് റിവേഴ്സിലേക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ. അപ്പം ടെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് റിവേഴ്സൊക്കെ ഇട്ട് നോക്കുവാണെങ്കിൽ ഒന്ന് എക്സ്ട്രാ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹസാർഡിൻ്റെ ഓപ്ഷൻ, ഒരു സ്വിച്ച് ഉണ്ട്. അതുപോലെ ലൈറ്റ്സ്, വൈപ്പറിൻ്റെ സ്വിച്ചസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ലോക്കബിൾ ഒരു ഡാഷ്ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ്സ്, ഒരു കുഞ്ഞൊരു LED ലൈറ്റ്സ് ഇവിടെ കാണാം. ഇത്രയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ സ്ട്രീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ, കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീലിലേക്കാണ് എന്തായാലും സ്ട്രീം സിറ്റിയുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രീം സിറ്റി ഓടിച്ച് കഴിഞ്ഞത്തെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം നമ്മളിപ്പം ഈ റോഡ് വഴിയൊക്കെ കുറേ ദൂരം ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു മാക്സിമം പീക്ക് പവർ എന്ന് പറയുമ്പോഴത്തേക്കും 10 kilowatt ആണ് മാക്സിമം കിട്ടുന്നൊരു പവർ. അതേപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിലും നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ് ഫീൽ ചെയ്തത്. ഇപ്പം നിർത്തിയൊക്കെ തിരിക്കുന്ന സമയത്താണെങ്കിലും കണ്ടോ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് കംഫർട്ട് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 km/h ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ് കേട്ടോ.
ഓട്ടോയ്ക്കൊക്കെ അത് ധാരാളമാണല്ലോ. പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഒന്ന് ലോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു കീ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ചാർജിങ് ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇൻറ്റീരിയർ എന്തായാലും കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കമ്പയർ ടു സ്ട്രീം. പിന്നെ സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു ബെഞ്ച് ടൈപ്പ് ഒരു സീറ്റ്സ് ആണ്, കംഫർട്ടബിൾ ആണ്, ഒരു വാക്കബിൾ ക്യാബിനാണ് കേട്ടോ, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇനി മെയിൻ ഭാഗം നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ലഗേജ് സ്പേസ് തുടങ്ങിയിട്ട് കാര്യമുണ്ട്. ഇപ്പം ശരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി പർപ്പസിലേക്കൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് എന്തായാലും OSM ഈ ഒരു സ്ട്രീം സിറ്റിനെ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. സ്ട്രീം സിറ്റിയുടെ റിയർ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും സ്ട്രീമുമായിട്ടാണ് ശരിക്കും ഞാൻ എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്തത് കേട്ടോ. കാരണം ലാസ്റ്റ് ഇയർ ഇതിൻ്റെ സ്ട്രീം കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ നമ്മുടെ കേരളത്തിലൊഴിച്ച് തമിഴ്നാട്ടിലോ അല്ലെ അതർ സ്റ്റേറ്റ്സിലൊക്കെ ഒരുപാട് ആളുകളെ തിക്കി നിറച്ച് ഇപ്പം 8 പേരെയും ഒക്കെ, അതായത് അതിനൊരു സ്പേസ് ഉണ്ട് എന്തായാലും സ്ട്രീമിനുള്ളിൽ. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്കും കൂടുതലും സിറ്റി പർപ്പസിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും അതിനനുസരിച്ചുള്ള കംഫർട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ജസ്റ്റ് ഇനി നമുക്ക് റിയർ സൈഡ് നോക്കാം. റിയർ സൈഡിലേക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് 4 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം വരുന്ന മോഡൽസിലൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ്, ഇപ്പം നിലവിൽ ഇവർക്ക് പല മോഡൽസിലും ഫാസ്റ്റ് ചാർജിങ് അതേപോലെ തന്നെ സ്വാപ്പബിൾ ബാറ്ററി ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നിലവിലുള്ള മോഡൽസിലേക്കും ഇനി ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ്, അതായത് അരമണിക്കൂറിലൊക്കെ ഫുൾ ചാർജ് ആവുന്ന ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നേ ഉള്ളൂ. അതൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഇനി റേസ് സൈഡ് നോക്കാം. റേസ് സൈഡിൽ വരുമ്പോഴത്തേക്കും LED ടെയിൽ ലാംപ്സ് കാണാം. അതേപോലെ തന്നെ ബാറ്ററി പാക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ സേഫ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, ബാറ്ററി പാക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതായത് 8.5 kWh ഒരു ബാറ്ററി പാക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പം ഇതിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്കും അതേപോലെ തന്നെ മോട്ടറിനും ഒക്കെ 3 വർഷമോ അല്ലെങ്കിൽ ഓവറോൾ വെഹിക്കിളിനോ 3 വർഷമോ 80,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വാറണ്ടി കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 2 കൊല്ലം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷമോ 1,20,000 കിലോമീറ്റർ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടിയിലും എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ പ്രൈസ് പറയാം. പ്രൈസിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലെ എക്സ്ഷോറൂം പ്രൈസ് 3,01,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം നമുക്ക് സ്ട്രീമുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ശരിക്കും സ്ട്രീമിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ കുറച്ചുകൂടി ഒരു വലിയ വണ്ടിയാണത്. അപ്പം അതിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു പർപ്പസ്, ഇപ്പം നമ്മുടെ കോട്ടയം പോലെയുള്ള അങ്ങോട്ടൊക്കെ ഏരിയയിൽ കുറച്ചുകൂടി ലഗേജ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു പർപ്പസിലേക്കാണ് സ്ട്രീം വരുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രീമും ഈ ഒരു വെഹിക്കിളുമായിട്ടുള്ളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 50,000 രൂപ കുറവ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്കാണ് എന്തായാലും സ്ട്രീം സിറ്റി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 3,30,000 രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസും വരുന്നത്. അടുത്ത ഇനി ഒരു മോഡൽ ഇലക്ട്രിക് ഓട്ടോയുടെ കാണിച്ചു തരാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു മോഡലൂടെയാണ് കേട്ടോ. അതായത് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇയർ ഇതിൻ്റെ പഴയൊരു മോഡലിൻ്റെ റിവ്യൂ എടുത്താണ്, റേജ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേജ് പ്ലസ് റാപ്പിഡ് EV പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഈ പ്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അരമണിക്കൂറിൽ ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ KSEBയുടെ ചാർജ് സ്റ്റേഷൻസിലൊക്കെ ചാർജ് ചെയ്യാവുന്ന DC ചാർജിങ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ. അപ്പം പഴയ ഒരു മോഡലിൽ നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതേപോലെ 7.7 kWhന്റെ ബാറ്ററി പാക്കാണ് ഇതിൽ വരുന്നത്. പണ്ടത്തെ 5.5 ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും OSM നൽകുന്ന വാറണ്ടി, വെഹിക്കിളിലെ വാറണ്ടി എന്ന് പറയുന്നത് 5 വർഷമോ 1,20,000 കിലോമീറ്ററാണ് വാറണ്ടി കിട്ടുന്നത്. ബാറ്ററിക്ക് 6 വർഷവും വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാറണ്ടിയാണ് എന്തായാലും OSMൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം ശരിക്കും ഈ ഒരു മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ബേക്കറി ഐറ്റംസ് അല്ലെ അങ്ങനത്തെയുള്ള പർപ്പസ്, അല്ലെങ്കിൽ ഇപ്പം മെഡിക്കൽ പർപ്പസിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു കണ്ടെയ്നറൂടെയാണ്. അപ്പം അങ്ങനെ ആയിട്ടുള്ള പർപ്പസിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ളവർക്ക് വളരെ നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലൂടെയാണ്. അപ്പോൾ എന്തായാലും റാപ്പിഡ് പ്രോയുടെ അതുപോലെ തന്നെ സ്ട്രീം സിറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും ഈ 2 മോഡൽസും അതുപോലെ തന്നെ ഇതുപോലെ കുറേ മോഡൽസ് ഇപ്പോൾ സ്വാപ്പ് ചെയ്യാവുന്ന ബാറ്ററിയും പിന്നെ കുറേ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള പല മോഡൽസ് എന്തായാലും നമ്മുടെ വിപണിയിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 2 കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ OSMൻ്റെ സൈഡിൽ നിന്നുള്ള വെഹിക്കിൾസ് വന്നു കഴിഞ്ഞു, എസ്പെഷ്യലി കേരളത്തിൽ. അപ്പോൾ എന്നാലും കുറേ അധികം മോഡൽസ് കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും വിധമുള്ള. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.